നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇനി അടുത്തറിയേണ്ടത് ആ അന്തിമ 11 ആരൊക്കെയായിരിക്കുമെന്നാണ്. എന്നാലും ഇനി ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെയാണ് കണ്ടറിയേണ്ടത്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ഇന്ത്യൻ ടീമിലെ പ്രകടനം വിലയിരുത്തിയാകും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുക. സമീപകാലത്തായി ഇന്ത്യയുടെ പ്രകടനം നോക്കുമ്പോൾ നിരാശയാണ് ഫലം. ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും നാണം കെട്ട ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും അഭിമാനം തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ്. ആ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ ഈ പരമ്പരകളെ കാണുന്നത്. ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ഇന്ത്യ കളത്തിലിറക്കാനാണ് സാധ്യത. എന്നാൽ ഇന്ത്യ ഏകദിന ടീമിൽ നിന്ന് ചില സൂപ്പർ താരങ്ങളെ അടക്കം തഴങ്ങിയേക്കുമെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ തഴയപ്പെടാൻ സാധ്യതയുള്ള ബെസ്റ്റ് 11 ആരൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണർമാരായി സഞ്ജു സാംസണെയും പൃഥ്വി ഷായെയും പരിഗണിക്കാം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറാണ്. എന്നാൽ ഏകദിനത്തിൽ സഞ്ജു സാംസണ് അധികം അവസരമില്ല. ഏകദിനത്തിൽ 56-ന് മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി. എന്നിട്ടും ടീമിന് പുറത്താണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജു സാംസണ് ഇടം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഈ ടീമിന്റെ വിക്കറ്റ് കീപ്പറും നായകനും സഞ്ജു സാംസണാണ്. പൃഥ്വി ഷായാണ് മറ്റൊരു ഓപ്പണർ. ഏറെ നാളായി ഇന്ത്യൻ ടീമിന് പുറത്തുള്ള താരമാണ് പൃഥ്വി. തുടർ അവസരങ്ങൾ ലഭിച്ചാൽ പൃഥ്വിക്ക് ഇനിയും ഗംഭീര പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. 3-ാം നമ്പറിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ കളിപ്പിക്കാം. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാണ് ഋതുരാജ്. ആഭ്യന്തര ക്രിക്കറ്റിലും ഭേദപ്പെട്ട റെക്കോർഡ് ഋതുരാജിന് അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ ഇന്ത്യൻ ടീമിൽ ആവശ്യത്തിന് അവസരം ഋതുരാജിനില്ല. T20-യിലും ഏകദിനത്തിലും അദ്ദേഹം ടീമിന് പുറത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ നിന്നും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെടുമെന്ന് ഉറപ്പാണ്. 4-ാം നമ്പറിൽ ഇടം കൈയ്യൻ ബാറ്ററായ ഇഷാൻ കിഷനെ കളിപ്പിക്കാം. ഇടം കൈയ്യൻ വിക്കറ്റ് കീപ്പറായ ബാറ്ററായ ഇഷാൻ കിഷൻ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ ടീമിന് പുറത്തും. തിരിച്ചുവരവ് നടത്താൻ ഇഷാൻ കിഷന് പെട്ടെന്ന് സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ ഇഷാനെയും ഈ ടീമിൽ പരിഗണിക്കാം. സമീപകാലത്തായി ആഭ്യന്തര ക്രിക്കറ്റിൽ ഇഷാൻ തിളങ്ങിയിരുന്നു. കരുൺ നായരെയും പരിഗണിക്കാം. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 സെഞ്ചുറികളോടെയാണ് കരുൺ നായർ മിന്നിച്ചത്. ഈ ഫോം വിലയിരുത്തി ഇന്ത്യ കരുൺ നായർക്ക് തിരിച്ചുവരവ് അവസരം നൽകേണ്ടതാണ്. ഇന്ത്യക്കായി മധ്യനിരയിൽ ശോഭിക്കാൻ കഴിയുന്ന കരുൺ നായറിന് വലിയ പ്രതീക്ഷയാണുള്ളത്. മീഡിയം പേസ് ഓൾറൗണ്ടറായി ശിവം ദുബെയെ പരിഗണിക്കാം. നിലവിൽ T20-യിൽ മാത്രം പരിഗണിക്കപ്പെടുന്ന ദുബെയ്ക്ക് വലിയ പ്രകടനം ഏകദിനത്തിൽ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്താൻ ദുബെയ്ക്ക് സാധിക്കുന്നുണ്ട്. സ്പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറെയും ഇന്ത്യ തഴങ്ങിയേക്കും. സുന്ദറിനെയും ഈ പ്ലേയിങ് ലെവലിലേക്ക് പരിഗണിക്കാവുന്നതാണ്. ബാറ്റ് കൊണ്ടും നിർണായക പ്രകടനം നടത്താൻ സുന്ദറിന് സാധിക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോയിയെ കളിപ്പിക്കാമെന്നും പറയപ്പെടുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ അവസാന അന്തിമ ടീം എങ്ങനെയാകും എന്നതാണ്.